ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ അടുത്തായി ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇവർക്ക് റിലേഷൻഷിപ്പ് കുറേ നാള് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഏകദേശം ഒരു 3 മാസമൊക്കെ ആകുമ്പോഴേക്കും ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോകുന്നു, വീണ്ടും മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു. അതും ഇതേ സെയിം അവസ്ഥ, അതായത് കൂടുതൽ ലാസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. സോ ഇങ്ങനെ റിലേഷൻഷിപ്പ് ഒട്ടും കറക്റ്റായിട്ട് പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പുറകിലുണ്ടാകുന്ന കുറച്ച് റീസൺസ് ഉണ്ട്. അപ്പോൾ ആ റീസൺസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പലപ്പോഴും ഇങ്ങനെ ഒരു പ്രശ്നം അനുഭവിക്കുന്നതിന്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആവുന്നതിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. അതായത് റിയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അത് മറച്ചു വെച്ചുകൊണ്ടാണ് നിങ്ങൾ അവരുമായിട്ട് ഇടപഴകുന്നത്, അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കാൻ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ പലപ്പോഴും ആ റിലേഷൻഷിപ്പിന് ആയുസ് ഉണ്ടാവാറില്ല. കാരണം നിങ്ങൾ റിയൽ ആയിട്ടുള്ള ഒരു സ്വഭാവം മറച്ചു വെച്ചുകൊണ്ടാണ് അവരോട് ഇടപഴകുന്നത്. അത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു വ്യക്തിക്ക് നമ്മുടെ മുമ്പിൽ വളരെ ഫേക്ക് ആയിട്ടാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത്, അവരുടെ ഓരോ പ്രവൃത്തികളും എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ള ആളുകൾക്ക് കുറെ കൂടി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അത് ചില ആളുകൾക്ക് കുറെ വേഗത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും, ചില ആളുകൾ കുറച്ച് സമയം എടുത്ത് കണ്ടുപിടിക്കും എന്നുള്ളതാണ്. പക്ഷെ അത് കണ്ടുപിടിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിലല്ല റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പലപ്പോഴും അത് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നതിനുള്ള റീസൺ ആയി മാറാറുണ്ട്. അപ്പൊ ഒന്നാമത്തെ റീസൺ, അതായത് ഇങ്ങനെ സ്ഥിരമായി സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ ഇതാവാൻ സാധ്യതയുണ്ട്. ഈ രണ്ടാമത്തെ കാര്യം, അറ്റ് എ ടൈം ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാൻ സാധ്യതയുണ്ട്, അതേസമയം തന്നെ ബ്രേക്കപ്പ് ആയി അല്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മുന്നേയുള്ള റിലേഷൻഷിപ്പിൽ ഒരു കൺക്ലൂഷൻ, ഒരു അടിവരെ ഇട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ അറ്റ് എ ടൈം ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാനുള്ള രണ്ടാമത്തെ റീസൺ ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. ഇനി മൂന്നാമത്തെ റീസൺ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പല ആളുകളുടെയും റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നതിനുള്ള ഒരു റീസൺ കൂടിയാണിത്. അതായത് അവർക്ക് ആ റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. ലിവിങ് ടുഗദർ ആണോ ഇഷ്ടം, അല്ലെങ്കിൽ അത് ഫ്രണ്ട്ഷിപ്പ് ആണോ, അതല്ലെങ്കിൽ ലവ് ആണോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അട്രാക്ഷൻ ആണോ, ഇങ്ങനെ അവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ മൈൻഡിലുള്ളത് എന്താണോ, ആ റിലേഷൻഷിപ്പ് നിങ്ങൾ എങ്ങനെയാണോ ഡിഫൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ക്ലാരിറ്റി കിട്ടണം, നിങ്ങൾ എന്താണ് ഈ റിലേഷൻഷിപ്പ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. സോ ഇത് ഡിഫൈൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് കിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും, അല്ലെങ്കിൽ എന്തിനാണ് ആ റിലേഷൻഷിപ്പ് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത, അല്ലെങ്കിൽ എന്താണ് ഏതാണെന്ന് അറിയാത്ത ഒരു റിലേഷൻഷിപ്പിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഡിഫൈൻ ചെയ്യാത്ത, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി, ഒരു ധാരണയില്ലാത്ത റിലേഷൻഷിപ്പാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ അത് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതാണ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ മറ്റൊരു റീസൺ. ഫൈനലി, ഒരുമിച്ച് ഒട്ടും ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് റിലേഷൻഷിപ്പ് ലാസ്റ്റ് ആവാത്തതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ. പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നത് ഓൺലൈൻ വഴി മാത്രമായിരിക്കും. അതായത് മെസ്സേജിലൂടെ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ. നേരിട്ട് കാണാനോ സംസാരിക്കാനോ ടൈം സ്പെൻഡ് ചെയ്യാനോ ഇവർ തയ്യാറാവുന്നില്ല എന്ന് വിചാരിക്കുക. ഇത് മറ്റെന്തെങ്കിലും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു റീസൺ ഇല്ലാത്ത കേസിൽ പോലും ഇങ്ങനെ തന്നെയാണ് ശ്രമിക്കുന്നത്. അതായത് മറ്റു തിരക്കുകളൊന്നും ഇല്ല നിങ്ങൾക്ക്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ കാണാനുള്ള ഒരു സാഹചര്യമുണ്ട്, എന്നിരുന്നിട്ട് കൂടി നിങ്ങൾ അവരെ മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനോ ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതും റിലേഷൻഷിപ്പ് എൻഡാവുന്നതിനുള്ള മറ്റൊരു റീസൺ ആണ്. കാരണം അവിടെ ഒരു ഇമോഷണൽ കണക്ഷൻ ഒന്നും ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. സോ ഇത്തരത്തിൽ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നില്ലെങ്കിലും റിലേഷൻഷിപ്പ് അത്രത്തോളം ലാസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. സോ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ
കാലം അല്ലെങ്കിൽ ഒരു 3 മാസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ 4 മാസത്തിൽ കൂടുതൽ എനിക്ക് ഒട്ടും കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നില്ല, അപ്പോഴേക്കും എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞുകൊണ്ട് അത് ബ്രേക്കപ്പ് ആവുന്നു, ഇങ്ങനെ നിങ്ങൾക്ക് നിരന്തരം സംഭവിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു റീസൺ ഇതിന് പുറകിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ ഏതെങ്കിലും റീസൺ ആണ് നിങ്ങളുടെ എക്സ്പീരിയൻസിലുള്ളത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.